നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മേലിനി ശിവാനിയെ കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞ ഇത് വെറും വാക്കല്ല, എന്റെ രീതി അങ്ങ് മാറും. പിന്നെ ഞാൻ മനുഷ്യനായിരിക്കത്തില്ല. ഈ പറഞ്ഞത് നേരെ. അതിന് നീ കാത്തിരിക്കൊന്നും വേണ്ട. ഇങ്ങോട്ട് നോക്കി, ശിവാനിയുടെ കഴുത്തിൽ നീ താലി കെട്ടിയതോടെ ഒരു മനുഷ്യൻ ഉണ്ടാവേണ്ട ബുദ്ധി നിനക്കില്ലാതെ പോയി. എന്താ നീ കാണിച്ചത്? എന്താ ഗൗതം ഇത്? നിങ്ങൾ ബഹളം വെക്കുന്നത് അങ്ങ് പുറത്തു വരെ കേൾക്കാം. നോക്ക്, ഇവിടെ സ്റ്റാഫുകളൊക്കെ ഉള്ളതാണ്, അത് ഓർമ്മ വേണം. പ്രണവ്, കൈ കഴുകിയിട്ട് ഡൈനിങ് റൂമിലേക്ക് വാ. നിനക്കും ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. കാണിക്കുന്ന എല്ലാം അങ്ങ് കാണിച്ചു കൂട്ടും. എന്നിട്ട് നല്ല പിള്ള ചമഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുമ്പം ഞാൻ കൈയും കഴിവേ വന്നിരിക്കണോ അല്ലേ? എനിക്കെന്താ നാണോമാനം ഇല്ലെന്നാണോ കരുതിയിരിക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചാലേ പാപം കിട്ടും. എനിക്ക് നിങ്ങളുടെ ഭക്ഷണം ഒന്നും വേണ്ട, എനിക്കറിയാം വേറെ കഴിക്കാൻ. പ്രണവ്, പ്ലീസ്, നിന്റെ ദേഷ്യം ഭക്ഷണത്തോട് കാണിക്കണ്ട, വന്ന് കഴിക്ക. സൂപ്പർ ആക്ടിങ് ആട്ടോ, സമ്മതിച്ചിരിക്കുന്നു. വീട്ടിൽ ശിവാനിയെ ദ്രോഹിക്കാൻ തന്നെ പരമാവധി ദ്രോഹിക്കുകയും നാണം കെടുത്ത് അതിന്റെ അങ്ങാറ്റം നാണം കെടുത്തുകയും ചെയ്യും. എന്നിട്ട് ഭക്ഷണമായിട്ട് ഓഫീസിലോട്ട് വന്നിട്ട് മറ്റൊരു ഡ്രാമ. ഈ ഡബിൾ റോൾ കളിയേ ഒന്നാം തരവാ. ഗൗതം, മാറിങ്ങോട്ട്, സമാധാനപ്പെട്. എന്റേത് അഭിനയമാണെന്ന് എപ്പോ തൊട്ടാ പ്രണവ് നിനക്ക് തോന്നി തുടങ്ങിയത്? ശിവാനി നിന്റെ ഭാര്യയായി ഈശ്വരമംഗലത്ത് കയറി വന്നതിന് ശേഷമല്ലേ? അതുവരെ ഞങ്ങളൊക്കെ നിനക്ക് നല്ലവരായിരുന്നല്ലോ. അപ്പോ ഞങ്ങളുടെ സ്വഭാവത്തിൽ അഭിനയം ഉണ്ടെന്ന് നിനക്കങ്ങ് തോന്നിയതല്ല, ശിവാനി നിന്നെ പറഞ്ഞു പഠിപ്പിച്ചതാണ് അല്ലേ? അത് നീ ഇവിടെ വന്ന് പറയുന്നു, അത്രേ ഉള്ളൂ. ഏട്ടത്തി വേണ്ട, ഇനി ശിവാനിയെ കുറ്റപ്പെടുത്താൻ നിന്നാ. അതെ, ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. ഒരു സമയം വരും, അന്ന് നിനക്കെല്ലാം മനസ്സിലാവുകയും ചെയ്യും. അതൊക്കെ വിട്, ഇപ്പൊ നീ വന്ന് ഭക്ഷണം കഴിക്ക് പ്ലീസ്. യോ യാചിക്കല്ലേ, ഭക്ഷണം എനിക്ക് വേണ്ട, എന്നെ അങ്ങ് വിട്ടേര്. എടാ, കുറെ നാളായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെയല്ലേ നീ ഈശ്വരമംഗലത്ത് കഴിച്ചുകൊണ്ടിരുന്നത്? ഇപ്പൊ മാത്രം എന്താ ഇത്ര വലിയ പുച്ഛം? നോക്ക്, ഇപ്പോഴും നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞനിയനാ. വലിയ ആളായെന്ന് കരുതി സംസാരിക്കല്ലേ. നിങ്ങളുടെ ആഗ്രഹം അതൊക്കെ തന്നെയാ. ഒരിക്കലും ഞാൻ പക്വതയോടെ സംസാരിക്കാൻ പാടില്ല, എന്നും കുഞ്ഞായിട്ട് തന്നെ ഇരിക്കണം. നിങ്ങൾ പറയുന്നതിനൊക്കെ തലയാട്ടുന്ന ഒരു ശിശു. എന്നാലല്ലേ എന്നെ സ്വത്തുക്കളൊക്കെ അടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഏത് സമയം ഇതേ പറയാനുള്ളൂ നിനക്ക്. സ്വത്ത് സ്വത്ത്. നീ എങ്ങനെയാടാ ഇങ്ങനെ ആയി പോയത്? ഏട്ടത്തി നേരത്തെ പറഞ്ഞില്ലേ, അത് തന്നെയാണ് സത്യം. ശിവാനി എന്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എല്ലാ കാലവും ഒരു മണ്ടനായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വാലാട്ടി അങ്ങ് ജീവിച്ചാനെ. ഇപ്പൊ അത്യാവശ്യം വകുതിരിവൊക്കെ എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ബോധിക്കാത്തതും അതൊക്കെ തന്നെയാണല്ലോ. നിന്റെ സ്വത്ത് മോഹിച്ച് ഓരോന്ന് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങളെന്നാണോ നീ കരുതി വെച്ചിരിക്കുന്നേ? അനിയൻ എന്ന് പറഞ്ഞ പ്രാണം കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ചേട്ടനായത് അറിയോ നിനക്കത്? രാപ്പകലില്ലാതെ ഗൗതം അധ്വാനിച്ചുണ്ടാക്കുന്നതിന്റെ അവകാശി നീയും കൂടിയാണ് പ്രണവ്. നിനക്കറിയാൻ പാടില്ലാത്തൊരു സത്യമുണ്ട്. പ്രണവിനെ തന്നേക്കാൾ വലിയൊരു ബിസിനസ്മാൻ ആക്കണമെന്ന് ഗൗതം പറയാത്ത ദിവസങ്ങളില്ല. അതെന്താ നീ മനസ്സിലാക്കാതെ പോകുന്നത് പ്രണവ്? ഈശ്വരമംഗലത്ത് വന്ന് കയറിയ അന്ന് മുതൽ ഏട്ടത്തെ ഏട്ടത്തിന്ന് വിളിച്ച് എന്റെ പുറകെ നടന്നവനാണ് നീ. ആ നീയെ ഇത്ര പെട്ടെന്ന് മാറിപ്പോയത്. നോക്ക്, വീട്ടിലെ കാര്യങ്ങളൊക്കെ അവിടെ കളഞ്ഞേക്ക് പ്രണവ്. ഇത് നിന്റെയും നിന്റെ ചേട്ടന്റെ ഓഫീസാ.
നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ് ഇവിടെ ഉള്ളതും. നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് അവരെങ്കിലും അറിയാതെ സൂക്ഷിക്കണ്ടേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല, പോട്ടെ. നിങ്ങൾ സ്റ്റാഫുകളുടെ മുമ്പിൽ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയ അവരും ചേട്ടന്റെ അനിയന്റെ എന്നും പറഞ്ഞ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങും. അത് നാശത്തിനായിരിക്കും, പറഞ്ഞേക്കാം. ഒക്കെ മറക്ക്, പ്രശ്നങ്ങളൊക്കെ ഇവിടെ തീരട്ടെ. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് മഹാബോറ. അത് ബിസിനസിനെ മാത്രമല്ല കുടുംബത്തെയും ബാധിക്കും. നോക്ക് പ്രണവ്, ഗൗതം, രണ്ടുപേരും പരസ്പരം കൈ കൊടുത്ത് കൊടുക്കുന്നേ. കൊടുത്തോ. അതെ, ഇനി രണ്ടുപേരും ഒന്ന് ചിരിച്ചേ. ചിരിക്ക് ഗൗതം. പ്രണവ്, ഒന്ന് ചിരിക്കടാ. എന്റെ പൊന്ന് പ്രണവേ, ഒന്ന് ചിരിക്ക്. ആ, ഇപ്പോഴാ എനിക്ക് ആശ്വാസമായത്. നോക്ക് പ്രണവ്, വേണ്ട, കഴിക്കില്ല എന്നൊന്നും പറയണ്ട. വാ അങ്ങോട്ട്, വിളമ്പിത്തരാം രണ്ടാൾക്കും. മതി 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 മതി. കഴിക്കങ്ങോട്ട്. വേണ്ടെന്ന്. കൊച്ചു പയ്യനല്ലേ, നന്നായി ഭക്ഷണം കഴിക്കണം. ഇവനാണോ കൊച്ചു പയ്യൻ? പറയുന്നൊക്കെ നീയും കേട്ടതല്ലേ? അതുകൊണ്ടല്ലേ കൊച്ചു പയ്യനെന്ന് പറഞ്ഞത്. ഇവ മനസ്സിൽ വെച്ചൊന്നും പറയുന്നതല്ലല്ലോ ഗൗതം, അല്ലേ പ്രണവ്? ഇനിയിപ്പൊ ഇവൻ എന്തൊക്കെ കാണിച്ചാലും പറഞ്ഞാലും ഈശ്വരമംഗലത്ത് എല്ലാവർക്കും ഇവൻ കുഞ്ഞു തന്നെയാ. കഴിക്ക്.